നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ട് ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ പങ്കെടുത്തത് 20,000-ലധികം ഭക്തർ. 2 നേരങ്ങളിലായി 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ആറാട്ട് ദിവസമായി 9 വരെ പ്രസാദഊട്ട് തുടരും. മൂന്ന് ജില്ലക്കാരുടെ പൂരമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ പേരുകേട്ട 50ഓളം ഗജവീരന്മാർ. പൂരത്തലേന്ന് നടന്ന പതിരുവാണിഭത്തിനും നടപ്പുര മേളത്തിനും എത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. ആദ്യം ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ട് ആരംഭിച്ചു. 20,000-ലധികം ഭക്തരാണ് ആദ്യ ദിനത്തിലെ പ്രസാദഊട്ടിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദഊട്ട് ആരംഭിക്കുന്നത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 1200 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ ഇലയിട്ട് പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിഭവങ്ങൾ വിളമ്പിയതോടെ പ്രസാദഊട്ട് ആരംഭിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 2 മണിക്ക് വരി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് 3 മണിവരെ പ്രസാദഊട്ട് നൽകി. 18 പന്തികളിലായി 21,600 പേരാണ് പ്രസാദഊട്ടിൽ പങ്കാളികളായത്. ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസാദഊട്ട് രാവിലെ 9 മണിക്ക് തന്നെ പ്രസാദഊട്ടിൻ്റെ ആരംഭിച്ചു. ഏകദേശം 1200 പേര് ഓരോ ട്രിപ്പിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് ഇന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇനി 9 നാള് ഈ പരിപാടികൾ ഇവിടെ നന്നായി നടത്താൻ കഴിയും. അതിന് നല്ല സഹകരണമാണ് ഇവിടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. രാവിലെ കഞ്ഞി, മുതിര, പുഴുക്ക്, പപ്പടം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, പപ്പടം എന്നിവയുമാണ് വിഭവങ്ങൾ. ആറാട്ട് ദിവസമായ 9 വരെ പ്രസാദഊട്ട് തുടരും. ഗുരുവായൂരിൽ വർണ്ണവസന്തമൊരുക്കി പുഷ്പോത്സവം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിലാണ് 10 ദിവസങ്ങളിലായി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLAയും ഇതോടനുബന്ധിച്ച് നടക്കുന്ന നിശാഗന്ധി സർഗോത്സവം നടൻ TG രവിയും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V അനൂപ്, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ബഷീർ പൂക്കോട്, നഗരസഭാ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പഫലസസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ സമാപന ദിവസമായ ഈ മാസം 10-ന് സമാപിക്കും. മറ്റു വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കം. ഞായറാഴ്ച പുലർച്ചെ നട തുറന്നതിനു ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 2:30-യോടെ 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. ഉച്ചതിരിഞ്ഞ് വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾക്കും തുടക്കമായി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി 33ഓളം ആനപ്പൂരങ്ങൾ വൈകിട്ട് മൈതാനത്തെത്തും. 5:30-ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവിക്ക് അഭിമുഖമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി 50ഓളം കൊമ്പന്മാർ അണിനിരക്കും. തുടർന്ന് 3 ജില്ലകളിൽ നിന്നുള്ള വിവിധ ആഘോഷ കമ്മിറ്റികളുടെ തിറ, കാളവരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി തുടങ്ങിയ ഉത്സവ കാഴ്ചകൾ ക്ഷേത്രത്തിലെത്തും. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തലേന്ന് നടന്ന നടപ്പുര മേളവും പൂരവാണ്യവും ദീപാലങ്കാരങ്ങളും ശ്രദ്ധേയമായി. 3 ജില്ലകളുടെ സംഗമ ഭൂമിയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് ഒഴുകിയെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭത്തിന് ബേപ്പൂർ മുതൽ കൊച്ചി വരെയുള്ള വ്യാപാരികളെത്തി. ഇടത്തരം മത്സ്യക്കച്ചവടക്കാരുടെയും നാടൻ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിന്റെ സംഗമവേദിയായി മൈതാനം മാറി.
വൈകിട്ട് മുതൽ ക്ഷേത്രമൈതാനത്തേക്ക് പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. പതിരുവാണിഭം ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കനുഭവപ്പെട്ടു. പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന നടപ്പുരമേളം ആവേശമായി. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി നടപ്പുരയിലാണ് പഞ്ചാരിമേളം അരങ്ങേറിയത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആസ്വാദകരാണ് ക്ഷേത്രപരിസരത്ത് മേളം ആസ്വദിക്കാനെത്തിയത്. പൂരാഘോഷത്തിന്റെ മുന്നോടിയായി ശനിയാഴ്ച രാത്രി തട്ടകങ്ങളിൽ വൈദ്യുതി കമാനങ്ങൾ, ആനച്ചമയ പ്രദർശനം, ബാൻഡ് വാദ്യം എന്നിവ അരങ്ങേറി. കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കിലോമീറ്റർ ദൂരത്തിലൊരുക്കിയ വൈദ്യുതി അലങ്കാരങ്ങൾ ശ്രദ്ധേയമായി. വിവിധ തട്ടകങ്ങളിലൊരുക്കിയ ആനച്ചമയ പ്രദർശനവും ദീപാലങ്കാരങ്ങളും കാണാൻ വലിയ തിരക്കാണ് ഗ്രാമവീഥികളിൽ അനുഭവപ്പെട്ടത്. പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പരിസരത്ത് ബാൻഡ് വാദ്യവും ഒരുക്കി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ കരിയപ്പാടം യൂണിയൻ കോൾപ്പടവ് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. കോൾപ്പടവ് പ്രസിഡന്റ് കെ എം റസാഖ് അധ്യക്ഷത വഹിച്ചു. പടവ് സെക്രട്ടറി എൻ എ സുലൈമാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജൻ, പൊന്നാനി കോൾ മേഖലാ പ്രതിനിധി ജയാനന്ദൻ, വിവിധ പാടശേഖര സമിതിയുടെ ഭാരവാഹികളായ സോണി സക്കറിയ, സതീശൻ ചെറുതുരുത്തി, കെ എം ഹനീഫ, എ വൈ ഹമീദ്, എൻ കെ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ കൊയ്ത്ത് നടക്കുന്ന രണ്ടാമത്തെ പാടശേഖര സമിതിയാണ് കരിയപ്പാടം യൂണിയൻ കോൾപ്പടവ്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന വീട്ടരങ്ങ് നാടകാവതരണം ശങ്കരേട്ടന്റെ വെളിപാടുകൾ ശ്രദ്ധേയമായി. നാടകം കാണാൻ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഇതാ നാടകം നിങ്ങളെ തേടി വരുന്നു എന്ന തലക്കെട്ടോടെ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ. വീട്ടുമുറ്റങ്ങൾ അരങ്ങാക്കിയാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. 2014 മുതൽ അമേച്ചൂർ നാടകരംഗത്ത് സജീവമായ ഈ നാടക സംഘത്തിന്റെ 4ാമത് വീട്ടരങ്ങ് നാടകമാണിത്. വീടും തൊടിയും വേദിയാക്കിക്കൊണ്ടുള്ള നാടകാവതരണത്തിലൂടെ നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന വിശേഷങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലാണ് നാടകം ഒരുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ ആദ്യ അവതരണം നടത്തിയ നാടകത്തിന്റെ 4ാമത്തെ അവതരണമായിരുന്നു കുരഞ്ഞിയൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള പാരത്തി ഭരതന്റെ വീട്ടിൽ വെച്ച് നടന്ന എം എ മണിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് വീട്ടരങ്ങ് നാടകാവതരണം സംഘടിപ്പിക്കപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങളുടെ കെട്ടിയമാരെ സഹായിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് പണിയെടുക്കാൻ. കുമാരിച്ചേ, ഏതു തൊഴിലിനുണ്ട് അതിൻ്റെതായ ഒരു മഹത്വം. പണിയെടുത്ത് 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ധൈര്യം ഉണ്ടല്ലോ. സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലയുടെ മുതിർന്ന പ്രവർത്തകനും മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു മണിയുടേത്. സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നാടകങ്ങളടക്കം 50ഓളം നാടകങ്ങൾ രംഗത്തെത്തിച്ച ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ വീട്ടരങ്ങ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ്. ശങ്കരേട്ടന്റെ വെളിപാടുകൾ 4ാമത്തെ അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5ാമത്തെ അവതരണമാണ് കായംകുളത്ത്. വീടും മുറ്റവും അരങ്ങാക്കിക്കൊണ്ടുള്ള ഈ അവതരണം നമുക്ക് പ്രേക്ഷകരുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. നമുക്ക് മൈക്ക് ഇല്ലാതെയും ഒരു പ്ലെയിൻ ലൈറ്റിലാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫാലിമി, അതിരടി, അജസുന്ദരി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച മീനരാജ് രാഘവനും സീരിയൽ താരം രജനി മുരളിയുമാണ് ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ശങ്കരമേനോനും ഭാര്യ കുമാരിയും ആകുന്നത്. രസകരമായ അനുഭവമായി ഇന്ന് പ്രേക്ഷകർ നാടകം കഴിഞ്ഞു വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഇത്തരം വേദികളും ഇത്തരം അരങ്ങുകളും കൂടുതൽ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാധാരണ നമ്മൾ പ്രൊഫഷണൽ നാടകം, അമേച്ചർ നാടകങ്ങളൊക്കെ കളിക്കാറുണ്ട്. എന്നാൽ അതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരു നാടകമാണ് ഈ ശങ്കരേട്ടന്റെ വെളിപാടുകൾ. ഞങ്ങൾ 4ാമത്തെ സ്റ്റേജാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ ഇനിയും നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ മനോഹരമായി അവതരിപ്പിച്ച നാടകം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. യുവാക്കളിൽ പടർന്നു കയറുന്ന ലഹരിയുടെ ഭീകരതയും അടയാളപ്പെടുത്തുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലി നേതൃത്വം നൽകുന്നു.
78 വയസ്സുള്ള കോട്ടപ്പടി സ്വദേശിനി മേരി ജേക്കബും ഡിഗ്രി വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയുമടക്കം ഗ്രാമീണരായ 20ഓളം നാടക പ്രവർത്തകർ ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ട്. പഴയകാലത്ത് പരീക്ഷിച്ച് വിജയിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞങ്ങൾ രംഗത്തെത്തിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന നാടകമാണ് വീട്ടരങ്ങ് നാടകം. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ ആർട്ടിസ്റ്റുകളെ കയറൂരിട്ടിരിക്കണം. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷെ നാടകത്തിന് ആവശ്യമുള്ളത് മാത്രം എന്തും പറയാം എന്നുള്ളൊരു സംഗതി ഈ നാടകത്തിനുണ്ടായിരുന്നു. അത് ഒരുപാട് പറഞ്ഞതിന് ശേഷം നമ്മളത് ഡ്രിം ചെയ്തെടുത്ത അവസാന ഇതാണ് ഇപ്പൊ നാടകമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതവും സുരേന്ദ്രൻ തില്ലാന ലൈറ്റ്സും അൻസാർ അബ്ബാസ് മ്യൂസിക് എക്സിക്യൂഷനും സുനിൽ ചന്ദ്രൻ ആർട്ടിസ്റ്റ് കോർഡിനേഷനും നിർവഹിച്ചിരിക്കുന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ പദ്ധതി രേഖ പ്രകാശനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ബിനോജ് പദ്ധതി രേഖാവതരണം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MJ മേരി, സീജ മൊയ്തുണ്ണി, പ്രബീന സത്യൻ, ബ്ലോക്ക് മെമ്പർ ഷാനിദ കരീം, വാർഡ് അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ് കുമാർ വൈലേരി സ്വാഗതവും സെക്രട്ടറി സന്തോഷ് നന്ദിയും പറഞ്ഞു. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏഴാം പൂജ നടന്നു. കുതിരവേലയ്ക്കു ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഏഴാം പൂജ. ദേശങ്ങൾ ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലെത്തി കാർത്തിക വേലയിൽ പങ്കെടുത്ത് തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി തിരിച്ചുപോയതിനു ശേഷം ഏഴാം പൂജയിൽ ഗുരുതി തർപ്പണത്തിനു ശേഷമാണ് ക്ഷേത്ര നട തുറന്നത്. ഏഴാം പൂജയ്ക്ക് ശേഷമാണ് ദൈനംദിന വഴിപാടുകളും പൂജകളും നടന്നത്. ക്ഷേത്രത്തിന്റെ വടക്കുംവാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിന് മുന്നിലാണ് രാവിലെ ഏഴാം പൂജ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കോമരം നവലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം കെട്ടിയാടി ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെ സമാപിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രമുഖ അഭിഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് ബാബു ചുങ്കത്തിന്റെ മുൻപേ കടന്നുപോകുന്നവർ, ദി മോങ്ക് എന്നീ കഥാസമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നുകുളം CV ഹാളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നുകുളം റീഡേഴ്സ് ഫോറം ഭാരവാഹി PS ഷാനു, ബദനി കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. VC ഗീവർഗീസ് മാസ്റ്റർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് CK അപ്പുമൻ, മുൻ ഗവർണർ ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ സാഹിത്യയാത്രയെക്കുറിച്ചും പുതിയ കൃതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് ബാബു ചുങ്കത്ത് മറുപടി പ്രസംഗം നടത്തി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വായനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. അവതാരികയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവതലങ്ങളെ ബാബു വക്കീൽ അദ്ദേഹം ഒരു ദിവസം കാണുന്ന നിത്യജീവിതത്തിൻ്റെ ഭാഗമായും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം സ്പർശിച്ചു പോകുന്ന ജീവിതാനുഭവങ്ങളുമായി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളുമെല്ലാം, വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞു, ചുറ്റുപാടും ബന്ധപ്പെടുന്നവരുമായൊക്കെയുള്ള വിഷയങ്ങളാണ് മുമ്പേ കടന്നു പോകുന്നവർ എന്നുള്ളതിൽ ഈ 17 കഥകളുടെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന വൈബ് ഫോർ വെൽനസ് എന്ന ഹെൽത്ത് ക്യാമ്പയിന്റെ ഭാഗമായി കുന്നുകുളം മണ്ഡലാടിസ്ഥാനത്തിൽ പൊതുയോഗം നടത്തി. കുന്നുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യ അല്ലൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആഹാരത്തിന്റെയും വ്യായാമത്തിന്റെയും ഒപ്പം തന്നെ മാനസിക ആരോഗ്യത്തിന് തുല്യ പ്രാധാന്യമുണ്ട് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുന്നുകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CG രഘുനാഥ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്,
CDPO ജയശ്രീ, CDS ചെയർപേഴ്സൺ ഷിബിത എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ ഡോക്ടർ മിതു കെ തമ്പി സ്വാഗതവും ഡോക്ടർ ബിനി വി പദ്ധതി വിശദീകരണവും നടത്തി. ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ ജോസ് നന്ദി പറഞ്ഞു. തുടർന്ന് കുന്നംകുളം നിയോജകമണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം, യോഗ ഡാൻസ് കോമ്പറ്റീഷൻ, ഡിബേറ്റ് കോമ്പറ്റീഷൻ എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. പൊതുയോഗത്തിൽ നടത്തിയ യോഗ ഡാൻസ് അവതരണവും സൂംബ ഡാൻസ് അവതരണവും ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം ICDS പ്രവർത്തകരുടെ ഹെൽത്ത് ഫുഡ് എക്സ്പോയും ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ ബോധവൽക്കരണ ക്ലാസും എത്തിച്ചേർന്നവർക്ക് വേറിട്ട അനുഭവമായി. പങ്കെടുത്തവർക്കെല്ലാം ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഉൾപ്പെടുത്തി പുന്നൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച ഇമ്പിച്ചി ബാവ റോഡ് NK അക്ബർ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ശ്രമഫലമായി ലഭിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് എടക്കഴിയൂർ 15-ാം വാർഡിൽ റോഡ് നിർമ്മിച്ചത്. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ ഷൈമജ നസീർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജോ ചൊവ്വല്ലൂർ, പൊതുപ്രവർത്തകരായ KB ഫസലുദ്ദീൻ, PP അഫ്സൽ, രമണി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. RSS പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട തിരുനെല്ലൂരിലെ CPM അംഗമായിരുന്ന ഷിഹാബുദ്ദീന്റെ 11ാമത് രക്തസാക്ഷി ദിനാചരണവും അനുസ്മരണ ചടങ്ങും ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ പ്രഭാതപേരിയും അനുസ്മരണവും നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, തുളസി രാമചന്ദ്രൻ, PK രമേശ്, KB ബിജു എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത കാത്തലിക് നഴ്സസ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നൈറ്റിംഗേൽസ് മീറ്റ് 2026 സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് ചാപ്പലിൽ ദിവ്യബലിയും മോട്ടിവേഷൻ ക്ലാസും നടന്നു. ഉച്ചഭക്ഷണത്തിനു ശേഷം ജില്ലയിലെ വിവിധ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സംഘടനാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമാപന പൊതുയോഗം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനപ്ലാക്കൽ അധ്യക്ഷനായി. കാത്തലിക് നഴ്സസ് ഗിൽഡ് ജോയിന്റ് സെക്രട്ടറി ഷെൽസി C ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഴ്സസ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയ്സൺ ചെറുവത്തൂർ, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, നഴ്സസ് ഗിൽഡ് പ്രസിഡന്റ് സിസ്റ്റർ സിനി അന്ന എന്നിവർ സംസാരിച്ചു. നഴ്സിംഗ് സേവന രംഗത്ത് രജത ജൂബിലി ആഘോഷിച്ചവരെ ഫാദർ തങ്കച്ചൻ ആദരിച്ചു. ബെസ്റ്റ് നഴ്സ് അവാർഡ് വിതരണം മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. ഫാദർ ജോയ്സൺ ചെറുവത്തൂർ സമ്മാന വിതരണം നടത്തി. ചായ സൽക്കാരത്തോടെ ചടങ്ങിന് സമാപനമായി. ജമാഅത്തെ ഇസ്ലാമി വടക്കേക്കാട് ഏരിയ കമ്മിറ്റി സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി. വടക്കേക്കാട് MNT ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് OM നിയാസ് അധ്യക്ഷത വഹിച്ച സംഗമം സംസ്ഥാന PR സെക്രട്ടറി സമ്മദ് കുന്നംകാവ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ് കുമാർ വൈലേരി, പുന്നൂർകുളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ധർമ്മൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുന്നംകാട്ടയിൽ അബൂബക്കർ, DCC ജനറൽ സെക്രട്ടറി ഉമ്മർ മുക്കണ്ടത്ത്, ICA ജനറൽ സെക്രട്ടറി OM മുഹമ്മദ് അലി, കമല സുരയ്യ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ജലീൽ ചന്ദനത്ത് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ K ഉമ്മർ നന്ദിയും പറഞ്ഞു. സമ്പൂർണ്ണ ക്ഷയരോഗമുക്ത വാർഡാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 19-ാം വാർഡും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കരിയന്നൂർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NK കബീർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുശി, CDS മെമ്പർ സുജിത ഷാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CG ജോസഫ്, സ്മിത ശങ്കർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജിജി, AS രമേശ്, നീതു, പ്രിൻസി, റൈസി ഷാജൻ എന്നിവർ സംസാരിച്ചു.
കടുത്ത വേനലിൽ പക്ഷികൾക്ക് കുടിവെള്ളമൊരുക്കാൻ പ്രകൃതി സംരക്ഷണ സംഘം നടപ്പിലാക്കുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ചൊവ്വന്നൂർ കരുണാലയം ആശ്വാസഭവനിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ KS സജിത് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരനാരായണൻ അഗഴിമന അധ്യക്ഷനായി. ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജൻ കുന്നംകുളം മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതിയുടെ ബ്രോഷർ കൈമാറി. തൃശൂർ യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം NM വിഷ്ണു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സിസ്റ്റർ എലിസബത്ത്, കരുണാലയത്തിലെ സന്യസ്തർ തുടങ്ങിയവർ സംസാരിച്ചു. ഇറാനിലെ ഇസ്രായേൽ US ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വംശവെറി കൊണ്ട് അന്ധത ബാധിച്ച ട്രംപും കൂട്ടാളി നെതന്യാഹുവും ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ഭരണാധികാരികളായി മാറിയെന്നും ഇന്ത്യ അതിന്റെ പാരമ്പര്യത്തോട് നീതി പുലർത്തി ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA ഷഹീദ്, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ്, MH റഫീഖ്, മുജീബ് പട്ടേൽ, ഷമീറ നാസർ, ഹസീന സലീം എന്നിവർ നേതൃത്വം നൽകി. സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന ഒറ്റപ്പെടലും ആരോഗ്യ പ്രശ്നങ്ങളും ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണെന്നും അവരുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ മുൻകൈയെടുക്കണമെന്നും സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അഭിപ്രായപ്പെട്ടു. കുന്നംകുളം ചിറളയം അംഗൻവാടിയിൽ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് സംഘടിപ്പിച്ച സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സീനിയർ സിറ്റിസൺ ക്ലബ്ബ് പ്രസിഡന്റ് PM ചെറുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ CS ജിഷ മുഖ്യാതിഥിയായിരുന്നു. മുൻ നഗരസഭാ കൗൺസിലർ K രാജേന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി മേരി കുര്യൻ, ലളിതകുമാരി എന്നിവർ സംസാരിച്ചു. ഗ്രീൻ ആർമി ലേബർ ബാങ്ക് വേലൂർ പുലിയന്നൂർ കോക്കനട്ട് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേര വികസന പദ്ധതിയുടെ ഭാഗമായി ഇടവേളകളുടെ വിതരണ ഉദ്ഘാടനവും പാഠശാലയും സംഘടിപ്പിച്ചു. ഗ്രീൻ ആർമി നിർവഹണ ഏജൻസിയായാണ് വേലൂർ പഞ്ചായത്തിൽ കേര വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കേരാധിഷ്ഠിത ഇടവിള കൃഷിയിലൂടെ നാളികേരത്തിന്റെ സുസ്ഥിര ഉൽപാദനക്ഷമത വർധനവിനുള്ള പദ്ധതിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 695 കർഷകരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തിലെ 152.32 ഹെക്ടറിലെ 26,583 തെങ്ങുകൾക്കാണ് പദ്ധതിയിലൂടെ 2 വർഷത്തേക്ക് 64 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നത്. പഞ്ചായത്തിൽ 10 കായ്ക്കുന്ന തെങ്ങുകളുള്ള 15 സെന്റിൽ കുറയാത്ത സ്ഥലമുള്ള കർഷകരുടെ വിവരശേഖരണം നടത്തി ഡാറ്റ എൻട്രി പൂർത്തിയാക്കി പ്രത്യേകം പ്രോജക്റ്റ് തയ്യാറാക്കിയാണ് പദ്ധതിക്ക് അംഗീകാരം നേടിയത്. വേലൂർ കാരേങ്ങിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. കൊച്ചി CDB ഡെവലപ്മെന്റ് ഓഫീസർ വിൻസി വർഗീസ്, കൃഷി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ PS ജോൺ, CDB മുൻ ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് തുടങ്ങിയവർ പാഠശാലയിൽ വിഷയാവതരണം നടത്തി. ഇടവിളകളായി കാർഷിക സർവകലാശാലയിൽ നിന്നും പ്രതിഭ മഞ്ഞൾ വിത്ത്, ടിഷ്യൂ വാഴത്തൈകൾ, ഇഞ്ചിയുടെ തൈകൾ എന്നിവയും വേപ്പിൻ പിണ്ണാക്ക്, പൊട്ടാഷ്, മാഗ്നീഷ്യം സൾഫേറ്റ്, ബോറാക്സ്, സിങ്ക് സൾഫേറ്റ്, പച്ചില വളച്ചെടികളുടെ വിത്തുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ MR അനൂപ് കിഷോർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാഠശാലയിൽ കേര കർഷകർ, കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് കോ ഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മധുരം 2.0 എന്ന പേരിൽ വയോജന സംഗമം നടത്തി. ഗുരുവായൂർ മുനിസിപ്പൽ സെക്യുലർ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനൂപ്, കൗൺസിലർ ലിസി, ചാവക്കാട് ബ്ലോക്കിലെ മുഴുവൻ CDS ചെയർപേഴ്സൺമാരും സംസാരിച്ചു. ഗുരുവായൂർ കുടുംബശ്രീ CDS 1 ചെയർപേഴ്സൺ വിചിത്ര മനോജ് സ്വാഗതവും കുടുംബശ്രീ ചാവക്കാട് ബ്ലോക്ക് കോർഡിനേറ്റർ വിശ്വജിത്ത് നന്ദിയും പറഞ്ഞു. 50ഓളം വയോജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ മുരളി അടാട്ട്, വിഘ്നേശ്വരി എന്നിവർ നാടൻപാട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചാവക്കാട് 4 മണിക്കാറ്റിലേക്ക് വിനോദയാത്രയും നടത്തി. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് പൊറവൂർ കോംപ്ലക്സ് മസ്ജിദ് ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് P മുനീർ റമദാൻ സന്ദേശം നൽകി. GIO കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MK ഷഹബിയ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുട്ടി പാറയമ്പാടം, നഷ്ബ നസ്റിൻ എന്നിവർ സംസാരിച്ചു. മൂസിന അബ്ദുള്ള, MA ഫമുദ, ഹനാൻ ഷാഹിദ് എന്നിവർ നേതൃത്വം നൽകി.
കോട്ടപ്പടി നവജീവൻ റെസിഡൻസ് അസോസിയേഷൻ റെമഡി ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ ഹോമിയോ ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ഞായറാഴ്ച രാവിലെ 9 മുതൽ നവജീവൻ നഗറിൽ നടത്തിയ ക്യാമ്പ് ഗുരുവായൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി. അനൂപ് ഉദ്ഘാടനം ചെയ്തു. 35-ാം വാർഡ് കൗൺസിലർ കെ. മഹേഷ് മുഖ്യാതിഥിയായി. രക്ഷാധികാരി P.G. മേനോൻ, പ്രസിഡന്റ് സുരേഷ് ആറ്റൂർ, സെക്രട്ടറി P.A. പുഷ്പാകരൻ, ട്രഷറർ റൂബി ലോറൻസ്, വൈസ് പ്രസിഡന്റ് M.R. രാജൻ, ജോയിന്റ് സെക്രട്ടറി റഫീഖ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രമ രാംകുമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മാർച്ച് 9 വൈകിട്ട് പുന്നൂർകുളം പരൂർ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം പ്രചരണത്തിന്റെ ഭാഗമായി പുന്നൂർകുളം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. പതാക ഉയർത്തലിന് T.P. ഉണ്ണി, P.K. ആറുമുഖൻ, K.M. പ്രകാശൻ, V.K. അനൂപ്, M.M. നിതിൻ, വിവേകാനന്ദൻ ആൽത്തറ, M.G. സുരേഷ്, P.K. രാജേഷ്, രാജൻ അളവപ്പറമ്പിൽ, V.S. സുമിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ വൈകിട്ട് 5:30 രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തും. സന്യാസി ശ്രേഷ്ഠരും ഹൈന്ദവ നേതാക്കളും ക്ഷേത്ര പ്രതിനിധികളും പങ്കെടുക്കും. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ഷിഹാബുദ്ദീന്റെ 11ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 തിരുനെല്ലൂരിലെ സ്മൃതി മണ്ഡപത്തിൽ കൊടി ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. AK ഹുസൈൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PA രമേശൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, PG സുബിദാസ്, ഗീതാ ഭരതൻ, PK പ്രസാദ്, PB ഉസ്മാൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് KV ഷിജു എന്നിവർ സംസാരിച്ചു. 2015 മാർച്ച് 1-നാണ് RSS പ്രവർത്തകരടങ്ങിയ സംഘം ഷിഹാബുദ്ദീനെ വെട്ടി കൊലപ്പെടുത്തിയത്. CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് കലാശ പോരാട്ടം. ആര്യമ്പാടത്തിന്റെ സമസ്ത മേഖലകളിലും സജീവമായിരുന്ന CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണയ്ക്കായി EKN ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടനയും അലോക ഹോസ്പിറ്റൽ കീഴ്ശ്ശേരിയും ഏറ്റുമുട്ടും. അഖിലേന്ത്യാ രജിസ്ട്രേഷനുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 7 മുതൽ ആരംഭിച്ച് 15 ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴും. 16 അഖിലേന്ത്യാ ടീമുകളും 16 പ്രാദേശിക ടീമുകളും ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലധികം കാണികളാണ് ടൂർണമെന്റിന് എത്തിച്ചേർന്നത്. സമാപന ചടങ്ങിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എന്നിവർ പങ്കെടുക്കും. ആര്യമ്പാടം സർവോദയം സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുന്നത്. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ പരിശീലനം നൽകി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസറും അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക ഷീന ഉദ്ഘാടനം ചെയ്തു. MR രതി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ അപർണ, KK സുജ, AS മിഥുൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനും ഭയമില്ലാതെ പരീക്ഷയെ നേരിടാൻ സജ്ജരാക്കുന്നതിനു വേണ്ടിയുമാണ് ക്യാമ്പ് നടത്തിയത്. ചരമം. കുന്നംകുളം കിഴൂർ മാമ്പുള്ളി ഭാസ്കരൻ ഭാര്യ കുഞ്ഞുമ്മു നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സജിത, ബിനു എന്നിവർ മക്കളാണ്. വടക്കേ കോട്ടോൽ കണ്ടത്തുപറമ്പിൽ ഇസ്മായിൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആയിഷയാണ് ഭാര്യ. ഷാഹിമോൻ, പരേതയായ ഷബ്ന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ പങ്കെടുത്തത് 20,000-ലധികം ഭക്തർ. 2 നേരങ്ങളിലായി 1,00,000-ഓളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ആറാട്ട് ദിവസമായ 9 വരെ പ്രസാദ ഊട്ട് തുടരും. മൂന്ന് ജില്ലക്കാരുടെ പൂരമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ പേരുകേട്ട 50ഓളം ഗജവീരന്മാർ. പൂരത്തലേന്ന് നടന്ന പതിരുവാണിഭത്തിനും നടപ്പുര മേളത്തിനും എത്തിയത് ആയിരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.